ഈ കാണുന്നതാണ് പ്രശസ്തമായ പുഞ്ചക്കരി റോഡും കിരീടവും പാലവുമാണ് ഈ കാണുന്നത്. വെള്ളായണി ക്ഷേത്രത്തിൽ നിന്നും വലത്തേക്ക് പോകുന്ന ഇൻ്റർലോക്ക് വഴി വന്നാൽ ഏകദേശം 300 മീറ്റർ മാറിയാണ് ഈ പാലം സ്ഥിതി ചെയ്യുന്നത്. ഇപ്പോൾ ഈ കാണുന്ന ദൃശ്യം ഞാൻ കിരീടം പാലത്തിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. കായലിലെ ജലം പുഞ്ചക്കരിയിലേക്ക് ഒഴുകുന്ന ഒരു ദൃശ്യമാണ് ഇവിടെ കാണുന്നത്. പുഞ്ചക്കരി റോഡ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ബണ്ട് റോഡിലെ പാലത്തിലാണ്. ഈ പാലത്തിൻ്റെ ഓപ്പോസിറ്റായി കിരീടം കാണുന്നതാണ് കിരീടം പാലം. അടുത്ത് കാണുന്ന ദൃശ്യം വെള്ളായണിയിലെ ബണ്ട് റോഡിൻ്റെ ദൃശ്യമാണ്. ഈ ബണ്ട് റോഡ് സ്ട്രെയിറ്റ് പോയി കഴിഞ്ഞാൽ വെള്ളായണി കാർഷിക കോളേജിലെത്താം. കിരീടം പാലത്തിൻ്റെ കാഴ്ച കഴിഞ്ഞു. ഇനി ഞങ്ങൾ പോകാൻ പോകുന്നത് കാക്കാമൂലയിലേക്കാണ്. അടുത്തൊരു സ്പോട്ടിലേക്കാണ് പോകുന്നത്. എല്ലാവർക്കും സ്വാഗതം. വെള്ളായണിയിൽ വരുന്നവർക്ക് അടുത്ത് കാണാൻ പറ്റിയൊരു സ്പോട്ടാണ് പൂങ്കുളം റോഡ് കാക്കാമൂല പാർക്ക്. സായാഹ്നങ്ങളിൽ വന്നിരിക്കുവാൻ നല്ലൊരു സ്ഥലമാണ് പൂങ്കുളം റോഡ് കാക്കാമൂല പാർക്ക് റോഡ്. കായലിൻ്റെ സൗന്ദര്യം ഇരുന്ന് ആസ്വദിക്കാൻ പറ്റിയൊരു സ്ഥലമാണ് കാക്കാമൂല. പോരാതെ ഇവിടെ മത്സ്യബന്ധനവുമുണ്ട്. നല്ല ഫ്രഷ് മീൻ ഇവിടെ നിന്ന് വാങ്ങിക്കാവുന്നതുമാണ്. കാക്കാമൂലയിലെ ഒരു സായാഹ്ന ദൃശ്യമാണ്. പുഞ്ചക്കരിയിലും കിരീടം പാലത്തിലും എല്ലാവരും വരുന്നൊരു സ്ഥലമാണ്. എന്നാൽ ഈ ഒരു സ്ഥലം എല്ലാവരും മിസ് ചെയ്തു പോകുന്നൊരു സ്ഥലമായിട്ടാണ്. തീർച്ചയായും പുഞ്ചക്കരിയിൽ വരുന്നവർ കാക്കാമൂലയിലേക്കും വന്ന് നോക്കുക. ഇത്രയും മനോഹരമായൊരു സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രത്ത് വേറൊരിടവുമില്ല. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവല്ലോ. വില്ലേജ് ക്യാമറ ബോയുടെ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ കാണുന്നവരെ ഹരികൃഷ്ണ KP.